Hello everyone, welcome to my channel. ഇപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ദ 3 L's ഓഫ് എംപവർമെന്റ് എന്നുള്ള ചാപ്റ്റർ ആണ്. അപ്പം ഈ 3 L's ഓഫ് എംപവർമെന്റ് എന്നത് ക്രിസ്റ്റീൻ ലഗാർഡിന്റെ ഒരു സ്പീച്ച് ആണ്. ക്രിസ്റ്റീൻ ലഗാർഡ് മാം was the first woman to become the finance minister of G8 economy and to head the International Monetary Fund. IMFന്റെ ഹെഡായിട്ടും അതുപോലെ തന്നെ ഫിനാൻസ് മിനിസ്റ്റർ ഓഫ് G8 എക്കോണമി ആയിട്ടും തിരഞ്ഞെടുക്കപ്പെട്ട ഫസ്റ്റ് വിമൻ ക്രിസ്റ്റീൻ ലഗാർഡ് ആണ്. ഈ സ്പീച്ച് നമ്മൾ ഓവറോൾ അനലൈസ് ചെയ്യുമ്പോൾ മാം പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു സൊസൈറ്റിക്ക് ഡെവലപ്മെന്റ് വേണം എന്നുണ്ടെങ്കിൽ ആ സൊസൈറ്റിയിലെ വിമന്റെ എംപവർമെന്റ് അത്യാവശ്യമാണ്. വിമൻ എംപവേർഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയിലാണ് സസ്റ്റൈനബിൾ ആയിട്ട് ഡെവലപ്മെന്റ് കൊണ്ടുവരാനായിട്ട് സാധിക്കുള്ളൂ. അങ്ങനെ വിമൻ എംപവർമെന്റിന് വേണ്ടി വേണ്ട 3 കാര്യങ്ങളാണ് ഇതിൽ പറയുന്ന 3 L's ഓഫ് എംപവർമെന്റ്. ആ 3 L's ഓഫ് എംപവർമെന്റ് എന്നത് ലേണിംഗ്, ലേബർ ആൻഡ് ലീഡർഷിപ്പ് ആണ്. ഇനി ഈ 3 ഫാക്ടേഴ്സിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ഇത് സ്ത്രീകൾക്ക് കൈവരുന്നതിലൂടെ എന്തെല്ലാം ഡെവലപ്മെന്റ് ആണ് ഉണ്ടാവുക എന്നുള്ളതൊക്കെയാണ് ഈ സ്പീച്ചിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. Emancipation and empowerment of women is of prime importance in every society. In our country, we have achieved partial success, but we still have a long way to go. What should we do to achieve this goal? Here is a speech on the requisites of women empowerment. Read on. അതായത് സൊസൈറ്റിയിലെ സ്ത്രീകൾക്ക് ഫ്രീഡം, ഇമാൻസിപ്പേഷന്റെ മീനിങ് ഫ്രീഡം, സ്വാതന്ത്ര്യം, ആൻഡ് എംപവർമെന്റ്. എംപവർമെന്റ് എന്ന് പറഞ്ഞാൽ അപ്ലിഫ്റ്റ്മെന്റ്, ഒരു ഉയർച്ച. വിമൻ എംപവർമെന്റ് എന്ന് പറഞ്ഞാൽ സ്ത്രീ ശാക്തീകരണം വളരെ അത്യാവശ്യമാണ് നമ്മുടെ സൊസൈറ്റിയിൽ. നമ്മളുടെ രാജ്യത്ത് അത് ഒരു എക്സ്റ്റെന്റ് വരെ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ ഇനിയും നമുക്ക് ഒരുപാട് ദൂരം പോവാനുണ്ട് ആ കാര്യത്തില്. ഇങ്ങനെ വിമൻ എംപവർമെന്റ് നേടാനായിട്ട് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്ന് പറയുന്ന ഒരു സ്പീച്ചാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ദ 3 L's ഓഫ് എംപവർമെന്റ്, ക്രിസ്റ്റീൻ ലഗാർഡ്. ഗുഡ് ആഫ്റ്റർനൂൺ. It is great to be among friends and kindred spirit. The 21st century poses many challenges that require new ways of thinking. None more important than economic role of women in a rapidly changing world. But women today remain blocked from contributing their true potential. This has a huge cost. In some countries, per capita income lags significantly because women are denied equal opportunity. They represent half the world's population but contribute far less than 50% of economic activity. What is needed to change this picture is a concerted effort to open the doors to opportunity with what I call the 3 L's of women's empowerment: learning, labor and leadership. കിൻഡ്രഡ് സ്പിരിറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പീപ്പിൾ ഹു തിങ്ക് അലൈക്ക്, ഒരുപോലെ ചിന്തിക്കുന്നവർ. 21st സെഞ്ചുറി നമ്മളുടെ മുന്നിൽ ഒരുപാടധികം ചാലഞ്ചസ് ഉയർത്തി കാണിക്കുന്നുണ്ട്. അതില് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് എക്കണോമിക് റോൾ ഓഫ് വിമൻ ഇൻ എ റാപ്പിഡ്ലി ചേഞ്ചിങ് വേൾഡ് എന്നത്. പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് സ്ത്രീകൾക്കുള്ള എക്കണോമിക് റോള്, അതായത് സാമ്പത്തികമായിട്ട് അവർക്ക് എന്ത് കോൺട്രിബ്യൂഷൻ ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു കാര്യം ഒരു ചാലഞ്ചായിട്ട് നമ്മളുടെ മുന്നിൽ നിൽക്കുകയാണ്. എന്നാൽ ഇന്നത്തെ സ്ത്രീകള് യഥാർത്ഥമായിട്ടുള്ള കഴിവിനനുസരിച്ചിട്ട് സൊസൈറ്റിക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ, അതായത് എക്കണോമിക്കലി കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് അവർക്ക് പറ്റുന്നില്ല. ചില രാജ്യങ്ങളില് പെർ ക്യാപിറ്റ ഇൻകം ഒരുപാട് പുറകിലാണ്. അതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് വിമൻ കോൺട്രിബ്യൂഷൻ അതിൽ വരുന്നില്ല. കാരണം ആ രാജ്യത്തെ ഏർണിംഗ് മെമ്പേഴ്സ് എല്ലാം തന്നെ മെയിൽസ് ആയതുകൊണ്ട് പെർ ക്യാപിറ്റ ഇൻകം കുറഞ്ഞ ഒരുപാട് കൺട്രീസ് ഉണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ലാഗ് ഉണ്ടാവാൻ കാരണം? പല രാജ്യങ്ങളിലെയും സ്ത്രീകൾക്ക് ഈക്വൽ ഓപ്പർച്യൂണിറ്റി കിട്ടുന്നില്ല. വിമൻ എന്ന് പറയുന്നത് വേൾഡ് പോപ്പുലേഷന്റെ ഹാഫാണ്, അതായത് 50% വിമനും 50% മെന്നും ആണ് വരുന്നത്. പക്ഷെ വിമന്റെ എക്കണോമിക് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 50%-നേക്കാളും കുറവാണ്. What is needed to change this picture is a concerted effort to open the door to opportunity with what I call the 3 L's of women's empowerment. അപ്പം ഈ കണ്ടീഷൻ മാറ്റാനായിട്ട് വേണ്ടത് എന്താണ്? ഗ്രൂപ്പായിട്ടുള്ള ഒരു എഫേർട്ടാണ്. എല്ലാവരും കൂടി തന്നെ എഫേർട്ട് എടുക്കണം. എന്നിട്ട് ഈ 3 L's ഓഫ് എംപവർമെന്റ് കൊണ്ടുവരണം: ലേണിംഗ്, ലേബർ ആൻഡ് ലീഡർഷിപ്പ്. ഫസ്റ്റ് അബൌട്ട് ലേണിംഗ്. അപ്പം ഇനിയുള്ള പാരഗ്രാഫില്
ലേണിങ്ങും ലേബറും അതുപോലെ തന്നെ ലീഡർഷിപ്പും. ഈ 3 കാര്യങ്ങളും സ്ത്രീകളിൽ കൊണ്ടുവരിക വഴി എന്തെല്ലാം മാറ്റങ്ങളാണ് അല്ലെങ്കിൽ എന്ത് പ്രയോജനമാണ് ഉണ്ടാവുക എന്നുള്ളതാണ് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത്. ഫസ്റ്റ്, അബൌട്ട് ലേണിംഗ്. Education is the foundation upon which any change is built. Learning helps women to help themselves and break the shackles of exclusion. However, this is more essential than in the developing world. There is an African adage that goes, if you educate a boy, you train a man. If you educate a girl, you train a village. So, അപ്പോൾ ലേണിംഗ് എന്ത് മാറ്റമാണ് കൊണ്ടുവരിക എന്നുള്ളതാണ് പറയുന്നത്. എഡ്യൂക്കേഷൻ ആണ് എന്തൊരു മാറ്റത്തിന്റെയും ഫൗണ്ടേഷൻ, ബേസ് എന്ന് പറയുന്നത്. എഡ്യൂക്കേഷൻ വിമനെ സ്വയം കേപ്പബിൾ ആവാൻ വേണ്ടിയിട്ട്, എന്തിനും ഇൻഡിപെൻഡന്റ് ആവാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. അതുപോലെ തന്നെ ടു ബ്രേക്ക് ദ ഷാക്കിൾസ് ഓഫ് എക്സ്ക്ലൂഷൻ. ഷാക്കിൾസ് ഓഫ് എക്സ്ക്ലൂഷൻ എന്ന് പറയുമ്പോൾ, ഷാക്കിൾസ് എന്ന് വെച്ചാൽ ചെയിൻ എന്നാണ്, ചങ്ങല. എക്സ്ക്ലൂഷൻ എന്ന് പറഞ്ഞാൽ ഒഴിവാക്കപ്പെടൽ. അപ്പം മാറ്റി നിർത്തപ്പെടലിൽ നിന്നും അല്ലെങ്കിൽ ഒഴിവാക്കലുകളിൽ നിന്നും പുറത്തു കടക്കാനായിട്ട്, അതിനെ മറികടന്ന് ഓവർകം ചെയ്ത് വരാനായിട്ട് എഡ്യൂക്കേഷൻ വിമനെ കേപ്പബിൾ ആക്കും എന്നാണ് പറയുന്നത്. ഇങ്ങനത്തെ ഒരു ഡെവലപ്പിംഗ് വേൾഡിൽ തന്നെയാണ് വിമന് എഡ്യൂക്കേഷൻ കിട്ടേണ്ടതും. പിന്നെ ഒരു ആഫ്രിക്കൻ അഡേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രോവേർബ്സ്, പഴഞ്ചൊല്ല് എന്നൊക്കെയുള്ള മീനിങ് ആണ് വരുന്നത്. പറയുന്നത്, നിങ്ങൾ ഒരു ആൺകുട്ടിയെ പഠിപ്പിക്കുമ്പോൾ ഒരു പുരുഷനെ മാത്രമാണ് നിങ്ങൾ പഠിപ്പിക്കുന്നത്. എന്നാൽ നിങ്ങൾ ഒരു പെൺകുട്ടിയെ, ഒരു ഗേളിനെ പഠിപ്പിക്കുമ്പോൾ നിങ്ങളൊരു വില്ലേജിനെ തന്നെയാണ് ട്രെയിൻ ചെയ്യുന്നത്. ഇഫ് ലേണിംഗ് ഇസ് ജസ്റ്റ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്, ലേബർ ഇസ് ദ സെക്കൻഡ്. ലേണിംഗ് കഴിഞ്ഞു കഴിഞ്ഞാലുള്ള സ്റ്റെപ്പാണ് ലേബർ. ലേബർ എന്ന് പറഞ്ഞാൽ വർക്ക്. Labor facilitates women to flourish and achieve their true potential. But at present, when women participate in the workforce, they too often tend to get stuck in low-paying, low-status and low-security jobs. അപ്പം ഈ ലേബർ വഴി, വർക്ക് ചെയ്യുക വഴി വിമന്റെ ശരിയായ പൊട്ടൻഷ്യൽ, അവരുടെ കഴിവ് മനസ്സിലാക്കാനും അത് നന്നായി ഉപയോഗിക്കാനും അവർക്ക് പറ്റും. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താന്ന് വെച്ചാൽ, ഏതെങ്കിലും സ്ത്രീകള് വർക്ക് ചെയ്യാൻ പോയി എന്ന് തന്നെ ഇരിക്കട്ടെ, അപ്പൊ അവിടുത്തെ പ്രശ്നം ലോ പേ, ലോ സ്റ്റേറ്റസ് ആൻഡ് ലോ സെക്യൂരിറ്റി ജോബ്സ് ആണ്. ഈ 3 പ്രശ്നമാണ് മെയിൻ ആയിട്ടും പറയുന്നത്. പേയ്മെന്റ് പുരുഷനെ കമ്പയർ ചെയ്യുമ്പോൾ കുറവായിരിക്കും, സ്റ്റേറ്റസും കുറവാണ്, അതുപോലെ തന്നെ സെക്യൂരിറ്റിയും കുറവാണ് വർക്ക് പ്ലേസസിൽ. Globally, women earn only 3/4 as much as a man, even with the same level of education and in the same occupation. സെയിം ജോബ് ചെയ്യുന്ന ഒരു മെയിലിനും ഫീമെയിലിനും കിട്ടുന്ന സാലറീസ് കമ്പയർ ചെയ്യുമ്പോൾ മെയിലിന്റെ സാലറിയുടെ 3/4 മാത്രമാണ് ഫീമെയിലിന് കിട്ടുന്നുള്ളൂ, സെയിം എഡ്യൂക്കേഷനും സെയിം ജോബും ചെയ്തിട്ട്. Surely, one of our most basic norms should be equal pay for equal work. Recent researchers show that eliminating gender gaps in economic participation can bring an increase in the per capita income. അപ്പോൾ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അക്കംപ്ലിഷ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക് എന്നത്. സെയിം വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും ഒരേ പേയ്മെന്റ് തന്നെ കൊടുക്കണം, ഇറസ്പെക്റ്റീവ് ഓഫ് ജെൻഡർ കൺസിഡർ ചെയ്യാതെ തന്നെ പേയ്മെന്റ് ഈക്വൽ ആക്കണം. റീസെന്റ് റിസർച്ചസിൽ പറയുന്നത് ഈ ജെൻഡർ ഗ്യാപ്സ് എടുത്തു മാറ്റിയാൽ തന്നെ പെർ ക്യാപിറ്റ ഇൻകം ഇൻക്രീസ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റുന്നതാണ്. വി ക്യാൻ അൺഡൗട്ടഡ്ലി പ്രൊമോട്ട് മോർ ഓപ്പർച്യൂണിറ്റി ഫോർ വിമൻ ഇൻ ദ വർക്ക് പ്ലേസ്. It is all about changing laws. For example, by ensuring that the property and inheritance laws do not discriminate against women. ഇനി സ്ത്രീകൾക്ക് എങ്ങനെയാണ് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുക എന്നാണ് പറയുന്നത്. അപ്പം അത് ഓരോ നിയമങ്ങൾ മാറ്റുന്നതിനനുസരിച്ചാണ് ഇരിക്കുന്നത്. പ്രോപ്പർട്ടി ആൻഡ് ഇൻഹെറിറ്റൻസ് ലോസിൽ സ്ത്രീകൾക്കെതിരെ ഡിസ്ക്രിമിനേഷൻ, ആ ഒരു വേർതിരിവ് മാറ്റാം. അതായത് ഇപ്പോഴത്തെ കണ്ടീഷൻസിൽ എങ്ങനെയാണ്, ഈ പ്രോപ്പർട്ടിയിലൊക്കെ മെന്നിനാണ് അധികാരമുള്ളത്, സ്ത്രീകൾക്ക് അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും റൈറ്റ് ഇല്ല എന്നുള്ള നിയമം മാറ്റുക, ഈക്വൽ ആയിട്ടുള്ള റൈറ്റ്സ് കൊണ്ടുവരിക. ഇറ്റ് ഓൾസോ മീൻസ് പോളിസീസ് ദാറ്റ് എൻകറേജ് എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് കെയർ. Moreover, we need to provide greater access to credit so that women can achieve greater economic independence. So, learning and labor are key factors. അതുപോലെ തന്നെ എഡ്യൂക്കേഷനും ഹെൽത്ത് കെയറും എൻകറേജ് ചെയ്യുന്ന പോളിസീസ് കൊണ്ടുവരാം. ക്രെഡിറ്റ് ആക്സസ് കൊടുക്കുക, അതായത് ലോൺസും ഫണ്ട്സും ഒക്കെ അവൈൽ ചെയ്യുന്ന സർട്ടൻ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ വിമന് എക്കണോമിക് ഇൻഡിപെൻഡൻസ് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. സാമ്പത്തികമായിട്ട് അവർക്ക് ഇൻഡിപെൻഡന്റ് ആവാനായിട്ട് സാധിക്കും ഇങ്ങനത്തെ പ്രോഗ്രാംസ് കൊണ്ടുവരുന്നത് വഴി. അതുകൊണ്ട് തന്നെ
ആണ് പറയുന്നത് ലേണിംഗും ലേബറും ആണ് ഈ എംപവർമെന്റിന്റെ കീ ഫാക്ടേഴ്സ് എന്ന്. The third L is leadership that enables women to rise and fulfill their innate abilities and talents. ഇനി മൂന്നാമത്തെ L എന്ന് പറയുന്നത് ലീഡർഷിപ്പ് ആണ്. ഈ ലീഡർഷിപ്പ് വിമനെ ഉയരാനും അതുപോലെ തന്നെ അവരുടെ ഇന്നേറ്റ് എബിലിറ്റീസും ടാലൻസും കാണിക്കാനും. ഇന്നേറ്റ് എബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ ഇൻബോൺ എബിലിറ്റീസ്, ജന്മസിദ്ധമായിട്ട് കിട്ടിയിട്ടുള്ള എബിലിറ്റീസ് യൂസ് ചെയ്യാനും സഹായിക്കും. Here there is plenty of room for improvement. The irony is that when women lead, they tend to do as good as a job as others, if not a better job. അപ്പം ഇവിടെയാണ് ഇംപ്രൂവ്മെന്റിന് ഒരുപാട് സ്കോപ്പ് ഉള്ളത്. ഇപ്പൊ വിമൻ, പക്ഷെ അതിലെ ഐറണി എന്ന് പറയുമ്പം അതിലെ തമാശ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് വിമനെ ഒരു ലീഡറാക്കി വെച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർ ചെയ്യുന്ന അത്രയും നന്നായിട്ട് തന്നെ ആ ഒരു ഡ്യൂട്ടി അല്ലെങ്കിൽ ആ ജോബ് ആ സ്ത്രീകൾ ചെയ്യും. ദേ ആർ മോർ ലൈക്ലി ടു മേക്ക് ഡിസിഷൻസ് ബേസ്ഡ് ഓൺ കൺസെൻസസ് ബിൽഡിംഗ്, inclusion, compassion, and with a focus on long-term sustainability. It is true that women sometimes lack the confidence to match their competence. Leadership എടുത്തു കഴിഞ്ഞാൽ വിമനുള്ള സ്പെഷ്യാലിറ്റീസ് ആണ് പറയുന്നത്. അവരെടുക്കുന്ന തീരുമാനങ്ങൾ ഈ കൺസെൻസസ് ബിൽഡിങ്ങിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. അതായത് ഒരു അഗ്രിമെന്റിനെ ബേസ് ചെയ്തിട്ടാണ്. ഇൻക്ലൂഷൻ, കമ്പാഷൻ അഗ്രിമെന്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തി വളരെ പാഷനോടെ തന്നെ ലോങ് ടേം സസ്റ്റൈനബിലിറ്റി ബേസ് ചെയ്തിട്ടാണ് ആ തീരുമാനങ്ങൾ എടുക്കുക. ലോങ് ടേം സസ്റ്റൈനബിലിറ്റി എന്ന് പറഞ്ഞാൽ ഏറെക്കാലം നിലനിൽക്കുന്ന കാര്യങ്ങളെ കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് അവരുടെ തീരുമാനങ്ങളും അല്ലെങ്കിൽ പ്രവൃത്തികളും ഉണ്ടായിരിക്കുക എന്നാണ് പറയുന്നത്. പക്ഷെ പലപ്പോഴും സ്ത്രീകൾക്ക് പുരുഷന്മാരോടൊപ്പം കമ്പീറ്റ് ചെയ്യാനുള്ള കോൺഫിഡൻസ് ഉണ്ടാവാറില്ല. ബട്ട് ദേ നീഡ് to change that mindset and reset the narrative in their favor. So, it is essential that women be ready to dare the difference, to take risk and step outside their comfort zones. അപ്പം ഈ കോൺഫിഡൻസ് ഇല്ലാത്തത് വിമന്റെ തന്നെ കുഴപ്പമാണ്. അതുകൊണ്ട് അവരെന്ത് ചെയ്യണം, ആ മൈൻഡ് സെറ്റ് മാറ്റി മെയിലിന്റെ ഒപ്പം തന്നെ കമ്പീറ്റ് ചെയ്യാനുള്ള കോൺഫിഡൻസ് ഉണ്ടാക്കുകയും അവരുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വരികയും വേണം. Nonetheless, ever those with the drive to succeed continue to face barriers, whether we are talking about providing primary education for girls in a village or executive positions for women in business. എന്നാൽ ഈ കോൺഫിഡൻസ് ഉണ്ടായിട്ട് ഞങ്ങൾ സക്സസ്ഫുൾ ആവും എന്നുള്ള മൈൻഡ് സെറ്റ് ഉള്ള സ്ത്രീകൾക്ക് പോലും പലതരം ബാരിയേഴ്സ്, തടസ്സങ്ങൾ അവരുടെ ജേർണിയിൽ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അതിനിപ്പം പ്രൈമറി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതിലായാലും അല്ലെങ്കിൽ ഏതെങ്കിലും ബിസിനസ്സിൽ ഒരു എക്സിക്യൂട്ടീവ് പൊസിഷൻ ലഭിക്കുന്നതിലായാലും എല്ലാ കാര്യത്തിലും തന്നെ കോൺഫിഡൻസ് ഉണ്ടായാൽ പോലും പ്രോബ്ലംസ് ഫേസ് ചെയ്യേണ്ടി വരും എന്നാണ് പറയുന്നത്. It is time to create a world where all women can meet their potential without impediment or prejudice, and the world will reap the benefits. The 3 L's will help us get there. If we dare the difference will deliver. Thank you so much. സ്ത്രീകൾക്ക് അവരുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാനുള്ള ഒരു സമയം വന്നിരിക്കുകയാണ്. ഇംപെഡിമെന്റോ പ്രിജുഡിസോ. ഇംപെഡിമെന്റ് എന്ന് വെച്ചാൽ വീണ്ടും തടസ്സം, ബാരിയർ. പ്രിജുഡിസ് എന്ന് വെച്ചാൽ മുൻവിധി. അപ്പം തടസ്സങ്ങളോ മുൻവിധികളോ ഇല്ലാതെ തങ്ങളുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ലോകം സ്ത്രീകൾക്ക് ലഭിക്കണം. ആൻഡ് അതുപോലെ തന്നെ സ്ത്രീകളുടെ എഫേർട്ടിന്റെ ബെനിഫിറ്റ് ലോകത്തിനും ലഭിക്കണം. കാരണം നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു, സ്ത്രീകളുടെ എക്കണോമിക് കോൺട്രിബ്യൂഷൻ കുറവായതുകൊണ്ട് തന്നെ പല രാജ്യങ്ങളിലും പെർ ക്യാപിറ്റ ഇൻകം കുറവാണെന്ന്. അപ്പം അവരും കൂടെ ഏൺ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പെർ ക്യാപിറ്റ ഇൻകം ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഫാമിലീസിലും കൂടുതൽ എക്കണോമിക് സ്റ്റെബിലിറ്റി ഒക്കെ കൊണ്ടുവരാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് ഇവിടെ അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ഈ വിമൻ എംപവർമെന്റ് നേടാൻ വേണ്ടിയിട്ട് ഈ 3 L's ഓഫ് എംപവർമെന്റ്, ലേണിംഗ്, ലീഡർഷിപ്പ് ആൻഡ് ലേബർ സഹായിക്കും. ഇനി ഈ ഡിഫറൻസിനെ, ഇങ്ങനെയുള്ള വ്യത്യാസങ്ങളെ ചാലഞ്ച് ചെയ്യാൻ നമ്മൾ പഠിക്കുമ്പോൾ, നമ്മൾ ഇങ്ങനത്തെ ഡിഫറൻസസിനെ ചാലഞ്ച് ചെയ്യുമ്പോഴാണ് എന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടാക്കാനായിട്ട് സാധിക്കുക. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ക്രിസ്റ്റീൻ ലഗാർഡ് ഈ സ്പീച്ച് അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് +2 ഇംഗ്ലീഷിലെ എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ മുൻപ് ഈ ചാനലിലെ ഹിന്ദി വീഡിയോസ് കണ്ടിട്ടുള്ളവരും അതുപോലെ തന്നെ ഇത് ആദ്യമായിട്ട് കാണുന്നവരും ഒക്കെ തന്നെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ സജഷൻസും ഫീഡ്ബാക്സും എന്നെ കമൻറ്റ് സെക്ഷനിൽ എഴുതി അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ.